അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കലണ്ടർ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഇനിക്വാളിറ്റിയുടെ ടോപ്പിക്ക് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തന്നു. അപ്പോൾ ഈ പ്രാവശ്യത്തെ SSC GD എക്സാംസിന് കുറേ റീസണിങ്ങിൻ്റെ ടോപ്പിക്കിൽ നിന്ന് ഒന്ന് രണ്ട് ടോപ്പിക്കുകൾ അഡീഷണൽ ആയിട്ട് ചോദിക്കുന്നത് കണ്ടു. ഒന്ന് ഇനിക്വാളിറ്റി ആയിരുന്നു, മറ്റൊന്ന് എന്താണ് കലണ്ടർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കണ്ടു. അപ്പോൾ നമ്മുടെ പരീക്ഷ എഴുതിയിട്ട് വന്ന ചില വിദ്യാർത്ഥികളൊക്കെ പറഞ്ഞു ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സാമിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇതെന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ എല്ലാവരും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സാർ ഇതൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതെന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എനിക്ക് ആദ്യമേ നിങ്ങളോട് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും ലൈക്കും മാത്രമാണ് നമ്മുടെ അധ്യാപകർക്ക് ഇനിയും നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വീഡിയോ കൊണ്ടുവരാനുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും മസ്റ്റായിട്ടും ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് റെക്കമെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കലണ്ടർ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ അതിൽ എനിക്ക് ആദ്യം നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് എന്താണ് ഇതിനകത്ത് കലണ്ടർ എന്ന് പറയുന്ന അതിൽ നിന്ന് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ കലണ്ടർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരു വർഷത്തെ ദിവസങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ എത്രയാണ്? 365 ദിവസങ്ങളാണ് വരുന്നത് അല്ലേ. എന്നാൽ ചില വർഷങ്ങളിൽ ഒരു ദിവസവും കൂടെ വരുന്നതായിട്ട് കാണാം. ആ ഒരു ദിവസവും കൂടെ വരുമ്പോൾ അത് അതിവർഷമായിട്ട് മാറും. അതിനെ വിളിക്കുന്ന പേരാണ് ലീപ്പ് ഇയർ. 366 ദിവസങ്ങൾ വരികയാണെങ്കിൽ അതെന്തെന്ന് പറയും? ലീപ്പ് ഇയറുകൾ എന്ന് പറയും. അപ്പോൾ ഓർഡിനറി ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 365 ദിവസങ്ങളുള്ള വർഷങ്ങളും ലീപ്പ് ഇയറുകൾ എന്ന് വെച്ചാൽ 366 ദിവസങ്ങളുള്ള വർഷങ്ങളുമാണ്. ഇനി ഇതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? ഇപ്പം നോർമൽ ഇയറുകളിൽ നിന്ന് ലീപ്പ് ഇയറിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലീപ്പ് ഇയർ നമ്മൾ നോക്കുന്നത് അതായത് കൊടുക്കുന്ന ഇയർ മൾട്ടിപ്പിൾ ഓഫ് 4 ആണോ എന്ന് നോക്കണം. അതായത് തരുന്നൊരു വർഷം 4ന്റെ ഗുണിതമാണോ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1924. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഈ അറ്റത്ത് കിടക്കുന്ന സംഖ്യ നോക്കുമ്പോൾ അറിയാം, 24 എന്നുള്ള സംഖ്യ നോക്കുമ്പോൾ അറിയാം ഇത് 4ന്റെ ഗുണിതമാണോ. ഇനി 1940 അറ്റത്ത് കിടക്കുന്ന 2 ഡിജിറ്റ് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും എത്രയാണ് ഇത് 4ന്റെ മൾട്ടിപ്പിൾ ആണോ. അപ്പം 4ന്റെ ഗുണിതങ്ങളായിട്ട് വരുന്നതെല്ലാം എന്താണ് വരുന്നത്? 4ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നതെല്ലാം എന്താണ്? ലീപ്പ് ഇയറുകളാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ലീപ്പ് ഇയർ ചെക്ക് ചെയ്യാൻ പറ്റുന്ന മൾട്ടിപ്പിൾ ഓഫ് 4 ആണോ, ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കിയാൽ മതി. ഓക്കെ, ഇനി അതിൽ തന്നെ ഇതാണ് നമ്മൾ ഒന്നാം നോക്കട്ടെ. ഇനി ഇതിൽ തന്നെ സെഞ്ച്വറി ഇയേഴ്സ് ആണെങ്കിൽ, സെഞ്ച്വറി ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായത് നിങ്ങൾക്ക്? ഇപ്പോൾ ഇതാ 1800, 1900 കണ്ടോ. സെഞ്ച്വറി എന്ന് വെച്ചാൽ അവസാനം 2 0 വരുന്നത് മനസ്സിലായി, അല്ലെങ്കിൽ 3 0 വരാം. 2000, 2100 ഇത്തരം സെഞ്ച്വറി ഇയറുകളാണെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തരുന്ന ഇയർ ഡിവൈഡഡ് ബൈ 400 ആണോ എന്ന് കൂടി നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. 4ന്റെ ഗുണിതമാണോ എന്ന് മാത്രം നോക്കിയാൽ പോരാ, 400ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് കൂടി നോക്കണം. 400ന്റെ മൾട്ടിപ്പിൾ നോക്കാൻ വളരെ എളുപ്പമല്ലേ പിള്ളേരെ? എങ്ങനെ 400ന്റെ മൾട്ടിപ്പിൾ നോക്കുന്നത്? നമുക്ക് 400ന്റെ ഗുണിതങ്ങൾ 400, 800, 1200, 1600, 2000, 2400 ഇങ്ങനെ പോകുന്നതല്ലേ മക്കളെ? എന്തെന്ന് പറയുന്നത്? 400ന്റെ ഗുണിതങ്ങൾ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് 400. അപ്പം സെഞ്ച്വറി ഇയേഴ്സിൽ 400ന്റെ ഗുണിതങ്ങൾ അല്ലെങ്കിൽ 400 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യകളാണ് എന്ത് വരുന്നത്? ലീപ്പ് ഇയറുകളായിട്ട് വരുന്നത്. എന്നാൽ നോർമൽ ഇയേഴ്സുകൾ നോക്കുക, എന്ത് ചെയ്താൽ മതി? ലാസ്റ്റ് 2 ഡിജിറ്റിലോട്ട് നോക്കുക, ഇയാൾ മൾട്ടിപ്പിൾ ഓഫ് 4 ആണോ നോക്കുക. ഇപ്പോൾ 1920 ഇത് സെഞ്ച്വറി ഇയർ അല്ലല്ലോ. അപ്പൊ അറ്റത്ത് കിടക്കുന്ന 2 ഡിജിറ്റ് നോക്കിയാൽ മതി, സിമ്പിളായിട്ട് നമുക്കറിയാം ലീപ്പ് ഇയർ. അപ്പോൾ ഓർഡിനറി ഇയർ ആണോ? 1919. ഇത് കാണുമ്പോഴേ നമുക്കറിയാം 19 എന്തല്ല, 4ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ തന്നെ നമുക്കറിയാം ഇതെന്താണ്? ഒരു ഓർഡിനറി ഇയർ ആണ്. അപ്പോൾ സംഭവം നിങ്ങൾക്ക് കൃത്യമായിട്ട് കത്തിയെന്ന് വിചാരിക്കുന്നു. എന്താണ് ഓർഡിനറി ഇയർ, എന്താണ് ലീപ്പ് ഇയർ? അപ്പോൾ ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞു. മൾട്ടിപ്പിൾ ഓഫ് 4 ആണോ എന്ന് നോക്കുക, അതുപോലെ സെഞ്ച്വറി ഇയേഴ്സ് ആണെങ്കിൽ ആ നമ്പർ മൾട്ടിപ്പിൾ ഓഫ് 400 അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ 400 ആണോ എന്ന് കൂടി നോക്കുക. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ലീപ്പ് ഇയറുകളെ ഐഡന്റിഫൈ ചെയ്യാം, ഓർഡിനറി ഇയേഴ്സിനെയും കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇനി ഒരു പോയിന്റ് കൂടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. ഓർഡിനറി ഇയേഴ്സിനാണെങ്കിൽ ജാനുവരി 1 ഡിസംബർ 31 സെയിം ഡേ തന്നെ ആയിരിക്കും. ഇപ്പോൾ ഓർഡിനറി ഇയർ ആണെങ്കിൽ ജാനുവരി 1 സൺഡേ ആണെങ്കിൽ ഡിസംബർ 31 എന്ത് തന്നെ ആയിരിക്കും? സൺഡേ തന്നെ ആയിരിക്കും. അപ്പോൾ അതാണ് ഓർഡിനറി ഇയറുകളുടെ പ്രത്യേകത. ജാനുവരി 1 സൺഡേ ആണെങ്കിൽ ഡിസംബർ 31 എന്ത് തന്നെയായിരിക്കും? സൺഡേ തന്നെയായിരിക്കും. ഇനി ലീപ്പ് ഇയറുകളുടെ കേസിലാണെങ്കിൽ ജാനുവരി 1 ആൻഡ് ഡിസംബർ 31
ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഡേ വിത്ത് 1 day ഡിഫറൻസ്. കാരണം ഒരു ദിവസം കൂടെ ഉണ്ടല്ലോ, ഒരു ദിവസം കൂടെ അഡീഷണൽ ആയിട്ട് വരുന്നല്ലോ, അപ്പോൾ ഒരു 1 dayയുടെ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കൃത്യമായിട്ട് കത്തിയല്ലോ. കത്തിയെങ്കിൽ ഇനി ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ കൂടി എക്സാമിന് നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിന് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അത് മാത്രം ഒന്ന് ഞാൻ പറഞ്ഞു പോവാം. ഇപ്പൊ നമ്മൾ എപ്പോഴും ആഴ്ചകൾ, വീക്കുകൾ ഒക്കെ വെച്ചിട്ടാണല്ലോ നമ്മൾ എന്ത് ചെയ്യുന്നത്, വർഷങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ വർഷങ്ങളുടെ ഒരു വർഷത്തിൽ എത്ര ആഴ്ചകളുണ്ട് എന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. ജസ്റ്റ് ഞാൻ അതൊന്ന് പറഞ്ഞുതരാം, അതിലേക്കാണ് ഞാനൊന്ന് പോകുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേമാണ് നിങ്ങൾ പഠിക്കേണ്ടത്, ഓഡ് ഡേയ്സ്. ഓഡ് ഡേയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്ക് പ്ലസ് എക്സ്ട്രാ ഡേയ്സ് ആണ് ഈ ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ 10 ദിവസം ഉണ്ടെന്ന് ഇരിക്കട്ടെ, ഓക്കെ, 10 days. ഇതിൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ടെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. 10 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വീക്ക് പ്ലസ് 3 ഡേ ചേരുന്നതല്ലേ, 3 ഡേയ്സ് ചേരുന്നതല്ലേ. 1 വീക്ക് എന്ന് പറഞ്ഞാൽ 7 പ്ലസ് 3 ഡേയ്സ് അല്ലേ 10 എന്ന് പറയുന്നത്. അപ്പൊ ഈ വന്നിരിക്കുന്ന വീക്ക് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന എക്സ്ട്രാ ഡേയ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത്. അപ്പൊ 10 ഡേയ്സിനകത്ത് എത്ര ഓഡ് ഡേയ്സ് ഉണ്ടെന്ന് വെച്ചാൽ 3 ആണ് ഓഡ് ഡേയ്സ് ഉണ്ടാവുക. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പം ഓഡ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഈ ക്ലാസ് കാണുന്ന എല്ലാവർക്കും മനസ്സിലായി. എന്താണ് വീക്ക് പ്ലസ് എക്സ്ട്രാ ഡേയ്സ് ആണ് എന്തെന്ന് പറയുന്നത്, ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ കാണിക്കാം. 10 days എന്ന് വെച്ചാൽ എന്താ, 1 വീക്ക് പ്ലസ് 3 days. അപ്പം 3 ഓഡ് ഡേയ്സ് ആയിരിക്കും ഉണ്ടാവുക. 16 days, 16 ദിവസം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 2 വീക്ക് പ്ലസ് 2 days. 2 വീക്ക് എന്ന് വെച്ചാൽ 14 ദിവസം പ്ലസ് 2 days, അതല്ലേ 16 ദിവസം. അപ്പം 16 ദിവസത്തിനകത്ത് എത്ര ഓഡ് ഡേ ഉണ്ടെന്ന് ചോദിച്ചാൽ 2 ഓഡ് ഡേ ആയിരിക്കും ഉണ്ടാവുക. എന്നാൽ 28 ദിവസത്തിനകത്ത് എത്ര ഓഡ് ഡേ ഉണ്ട്, 28 ദിവസം എന്ന് വെച്ചാൽ അതിന് നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 28 എന്ന് പറയുന്ന സംഖ്യ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്രയാണ് വരുന്നത്, സിമ്പിൾ ആയിട്ട് നമുക്കറിയാം. എത്ര, 28 വരുന്നു. 28 വരുമ്പം 28നെ നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7 ഒരാഴ്ച എന്ന് വെച്ചാൽ 7 ദിവസം അല്ലേ. അപ്പൊ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 4 28. ശിഷ്ടം എത്ര വന്നു, 0 വന്നു. കണ്ടോ? അപ്പം എത്ര ആഴ്ചകളാണ് വരുന്നത്, 28 വീക്ക്, 28 ദിവസത്തിനകത്ത് 4 ആഴ്ചകൾ. അതാണ് ഞാൻ 28 days എന്ന് വെച്ചാൽ 4 വീക്ക് പ്ലസ് എന്താ വരുന്നത്, 0 days ആണ് വരുന്നത്. അപ്പൊ എത്ര ഓഡ് ഡേ വരും, 0 ഓഡ് ഡേയ്സ് അല്ലേ വരത്തുള്ളൂ. അപ്പൊ 28 ദിവസങ്ങളാണെങ്കിൽ അതിനകത്ത് എത്രയാണ്, 0 ഓഡ് ഡേ ആണ് വരുന്നത്. പറഞ്ഞ മനസ്സിലായി? അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ 365 ദിവസത്തിനകത്ത് എത്ര ഓഡ് ഡേയ്സ് ഉണ്ടായിരിക്കും. 365നെ നിങ്ങൾ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യണം പിള്ളേരെ, 365നെ എടുത്ത് നിങ്ങൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 7 5 35. എത്ര വന്നു, 6ൽ നിന്ന് 1 പോയി, 6ൽ നിന്ന് 5 പോയ 1, 5 അത്രയ്ക്ക്. ഓക്കെ, ഇനി എത്രയാണ്, 7 7 14. ശിഷ്ടം എത്ര വന്നു, 1. അപ്പൊ കോഷ്യന്റ് എത്ര വന്നേ, 52 ആഴ്ചകളും 1 ഡേയും ആയിരിക്കത്തില്ലേ വരുന്നത്. അതാണ് ഞാൻ ഇവിടെ എഴുതിയത്, 52 വീക്ക് പ്ലസ് 1 ഡേ. അപ്പൊ 365 ദിവസത്തിനകത്ത് എത്ര ഓഡ് ഡേ ഉണ്ടായിരിക്കും മക്കളെ, ഒറ്റ ഓഡ് ഡേ ഉണ്ടായിരിക്കത്തുള്ളൂ. പറഞ്ഞു മനസ്സിലായോ? എന്നാൽ 366 ഡേയ്സ് വരുന്ന ലീപ്പ് ഇയറുകൾ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഇതൊന്ന് പഠിച്ചു വെക്കണം. 366 ദിവസങ്ങൾ വരുന്ന എന്തിനകത്ത്, 366 ദിവസം വരുന്ന ലീപ്പ് ഇയറുകളിൽ 2 ഓഡ് ഡേയ്സ് ആയിരിക്കും വരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കത്തിയെന്ന് വിചാരിക്കുന്നു. ഓഡ് ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക് പ്ലസ് എക്സ്ട്രാ ഡേയ്സ്, വീക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ബാക്കി എത്ര ദിവസമുണ്ട് എന്നുള്ളതിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓഡ് ഡേയ്സ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കണം. നമുക്ക് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ ഈ ഓഡ് ഡേയ്സ് വളരെ വൃത്തിയായിട്ട് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഓഡ് ഡേയ്സ് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ഇതൊന്ന് കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചല്ലോ. ഇനി ഈ ഓഡ് ഡേയ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടെ പറയാം. ഇതാ നോക്ക്, നമ്മുടെ ഒരു വർഷത്തിലെ മാസങ്ങൾ എടുക്കുകയാണെങ്കിൽ ജാനുവരി 31 ഉണ്ട്, ഡിസംബർ ഫെബ്രുവരി 28 ഉണ്ട്, പിന്നെന്താണ് മാർച്ച് ഫെബ്രുവരി 28 ഓർ 29 എന്ന് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ലീപ്പ് ഇയറുകളാണെങ്കിൽ 29 ദിവസം വരും, അല്ലെങ്കിൽ 28 ദിവസമേ വരത്തുള്ളൂ. ഓക്കെ, കൃത്യമാണേ. മാർച്ച് 31 ഇത് നമ്മൾ കൗണ്ട് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. കുഞ്ഞുനാളിലെ കൈയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ജനുവരി 31, ഫെബ്രുവരി 28, പിന്നെ മാർച്ച് 31, ഏപ്രിൽ 30, പണ്ട് പഠിച്ച് ഓർക്കുന്നുണ്ടോ? മെയ് 31 ഇങ്ങനെ കൈ വെച്ച് കൗണ്ട് ചെയ്തൊക്കെ നമ്മൾ സിമ്പിൾ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ പോവാണ്. പറഞ്ഞു മനസ്സിലായി? അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 31 ദിവസങ്ങൾ വരുന്ന മാസങ്ങളിൽ എത്ര ഓഡ് ഡേ ഉണ്ട്, 31നെ നിങ്ങൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 7 4 28. എത്ര ഓഡ് ഡേയ്സ് വരും മക്കളെ, 3 ഓഡ് ഡേയ്സ് വരും. ഇനി 30 ദിവസങ്ങളുള്ള ഒരു മാസത്തിൽ, 30 ദിവസങ്ങളുള്ള ഒരു മാസമാണെങ്കിൽ എത്ര ആഴ്ചകൾ ഉണ്ടായിരിക്കും? അതാ നോക്കേ. അപ്പോൾ അവിടെ 7 4 28, 4 ആഴ്ചയും 2 എക്സ്ട്രാ ദിവസം ഉണ്ടായിരിക്കും. ഇനി 29 ദിവസങ്ങളുള്ള ഒരു മാസമാണെങ്കിലോ
സോ സിമ്പിളായിട്ട് നമുക്കറിയാം 7 4 28 ഒരു ദിവസമായിരിക്കും അഡീഷണൽ വരുന്നത്. ഇനി 28 ദിവസങ്ങളുള്ള ഒരു മാസമാണെങ്കിൽ അതിൽ 7 4 28 0. അപ്പോൾ 28 ദിവസങ്ങളുള്ള ഒരു മാസമാണെങ്കിൽ 0 ഓഡിഡേയും 30 ദിവസങ്ങളുള്ള ഒരു മാസമാണെങ്കിൽ 2 ഓഡിഡേയും 31 ദിവസങ്ങളുള്ള ഒരു മാസമാണെങ്കിൽ 3 ഓഡിഡേയും ആയിരിക്കും വരുന്നത്. പറഞ്ഞ മനസ്സിലായോ? ഓഡിഡേ എന്ന് പറഞ്ഞാൽ എന്താ? വീക്കായിട്ട് അറേഞ്ച് ചെയ്തിട്ട് എക്സ്ട്രാ വരുന്ന ദിവസം. അപ്പൊ ജാനുവരിയിൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ട്? പറഞ്ഞു, നിങ്ങൾ പറ. ജാനുവരിയിൽ 3 ഓഡ് ഡേ ഉണ്ട്. ശരിയാണോ? ഫെബ്രുവരി 28 ഉള്ളെങ്കിൽ 0, 29 ആണെങ്കിൽ 1. മാർച്ചിൽ എത്ര ഉണ്ടാവും? 31 ഉള്ളിടത്തെല്ലാം 3 ഓഡ് ഡേ ആണ് വരുന്നത്. ഏപ്രിൽ എത്ര വരും? 2. മെയ് എത്ര വരും? 3. ജൂൺ എത്ര വരും? 2. ജൂലൈ എത്ര വരും? 3. ഓഗസ്റ്റ് എത്ര വരും? 3. സെപ്റ്റംബർ എത്ര വരും? 2. ഒക്ടോബർ എത്ര വരും? 3. നവംബർ എത്ര വരും? 2. ഡിസംബർ എത്ര വരും? 3. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. ഓരോ മാസങ്ങളിലെയും ഓഡ് ഡേയ്സ് ആണ് ഞാനിവിടെ എഴുതി വെച്ചേക്കുന്നത്. നിങ്ങൾ നോട്ട് ചെയ്ത് വേണമെങ്കിൽ വെച്ചോളൂ. എന്താണ്? ജാനുവരി 31 ദിവസങ്ങളുള്ള മാസമാണ്, അതുകൊണ്ട് 3 ഓഡ് ഡേ വരും. ഫെബ്രുവരി 28 ആണെങ്കിൽ 0 ഓഡ് ഡേയും, 29 ആണെങ്കിൽ 1 ഓഡ് ഡേയും വരും. മാർച്ച് 31 ദിവസങ്ങൾ ഉണ്ടായതുകൊണ്ട് 3 ഓഡ് ഡേ വരും. ഏപ്രിൽ 30 ദിവസങ്ങൾ ഉണ്ടായതുകൊണ്ട് എത്ര ഓഡ് ഡേ വരും? 2 ഓഡ് ഡേ വരും. ഇങ്ങനെ ഓഡ് ഡേയ്സിന്റെ കൗണ്ട് കൃത്യമായിട്ട് അതാണ് ഞാൻ ഇവിടെ എഴുതിയത്. 31 ഡേയ്സ് ഉണ്ടെങ്കിൽ 3 ഓഡ് ഡേയ്സ്, 30 ഡേയ്സ് ഉണ്ടെങ്കിൽ 2 ഓഡ് ഡേയ്സ്, 29 ഡേയ്സ് ആണെങ്കിൽ 1 ഓഡ് ഡേ, 28 ഡേയ്സ് ആണെങ്കിൽ 0 ഓഡ് ഡേ. അത് നിങ്ങൾ ഇവിടെ കണ്ടല്ലോ, കണ്ടു. ഇനി വളരെ പ്രധാനപ്പെട്ട ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. എന്തുവാണ്? 100 വർഷങ്ങൾ, അങ്ങനെയാണെങ്കിൽ 100 വർഷം എടുക്കുമ്പോൾ എത്ര ഓഡ് ഡേ ഉണ്ട്? അപ്പോൾ 100 വർഷം എടുക്കുമ്പോൾ എത്ര ഓഡ് ഡേ ഉണ്ടെന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു നോക്കാം. 5. 200 വർഷങ്ങൾ എടുക്കുകയാണെങ്കിൽ എത്ര ഓഡ് ഡേ ഉണ്ട്? 3. 300 വർഷങ്ങൾ എടുക്കുകയാണെങ്കിൽ എത്ര ഓഡ് ഡേ ഉണ്ട്? 1 ആണ്, 1 ഓഡ് ഡേ ഉണ്ടാവുള്ളൂ. 400 വർഷങ്ങൾ എടുക്കുകയാണെങ്കിൽ 0 ഓഡ് ഡേ ആയിരിക്കും. അപ്പൊ ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണം. എന്താണ്? 100 വർഷങ്ങൾ എടുക്കുകയാണെങ്കിൽ 5 ഓഡ് ഡേ, 200 വർഷങ്ങൾ എടുക്കുകയാണെങ്കിൽ 3 ഓഡ് ഡേ, 300 വർഷങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒറ്റ ഓഡ് ഡേ ഉണ്ടാവുള്ളൂ. 400 വർഷമാണെങ്കിൽ 0. ഇപ്പം 400ന്റെ മൾട്ടിപ്പിൾ വെച്ചുവാണെങ്കിൽ 400, പിന്നെ 800, 1200, 1600, 2000 ഈ വർഷങ്ങളിലെല്ലാം എന്തായിരിക്കും? ഇത്രയും വർഷങ്ങൾ എടുക്കുകയാണെങ്കിൽ എല്ലാം 0 ഓഡ് ഡേ ആയിരിക്കും ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നത്. കാരണം 400ന്റെ മൾട്ടിപ്പിൾ വെച്ച് പോകാം. 400 വർഷങ്ങൾ കംപ്ലീറ്റ് ആകുമ്പോൾ 0 ഓഡ് ഡേ ആണ്. അപ്പോൾ അത് മാത്രം നിങ്ങൾ പഠിച്ചു വെക്കാമെങ്കിൽ ഇത് നമുക്ക് എന്താണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഇത്ര ഇൻഫർമേഷൻ മാത്രം, ഈ 2 ഇൻഫർമേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഇതിനകത്ത് പ്രോബ്ലത്തിലേക്ക് പോയി സിമ്പിളായിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇത്രയും നോട്ട് ചെയ്തല്ലോ? ഇത്രയും ബുക്കിൽ നിങ്ങൾ നോട്ട് ചെയ്തല്ലോ? ശരി, ഇത്രയും നിങ്ങൾ ബുക്കിൽ നോട്ട് ചെയ്തിട്ട് മാത്രം പ്രോബ്ലത്തിലേക്ക് വരിക. ഓക്കെ, ഇനി പരീക്ഷയ്ക്ക് ചോദിച്ച ഏതാനും ചില ക്വസ്റ്റ്യനുകളിലേക്ക് നമുക്ക് പോകാം. ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. 1950 ജാനുവരി 26. ഇത് ഏതാണ് വർഷം, ഏതാണ് ദിവസം? 1950 ജാനുവരി 26 എന്ന് പറയുന്ന ഡേയ്ക്കൊക്കെ പ്രത്യേകത ഉള്ളതായിട്ട് നിങ്ങൾക്കറിയാം. ഇത് ഏതാണ് ദിവസം എന്ന് നിങ്ങളൊന്ന് പറയാമോ? 1950 ജാനുവരി 26, 1950 ജാനുവരി 26. ഇത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പപരമായ ഒരു പരിപാടി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ 1950 ജാനുവരി 26 നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിനെ ഈ 1950 എന്ന് പറഞ്ഞ വർഷത്തെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്യണം. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ പറഞ്ഞു 400, 800, 1200, 1600, 2000 ഈ വർഷങ്ങൾക്കെല്ലാം ഇടയ്ക്ക്, ഇത്രയും പൂർത്തിയായ വർഷങ്ങളുടെ ഇടയ്ക്കെല്ലാം 0 ഓഡ് ഡേ ആണെന്നല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞത്? ശരിയാണോ? പിന്നെ ഞാൻ പറഞ്ഞു എന്താണ്? 100 വർഷങ്ങളാണെങ്കിൽ 5 ഓഡ് ഡേ, 200 വർഷങ്ങളാണെങ്കിൽ 3 ഓഡ് ഡേ, 300 വർഷങ്ങളാണെങ്കിൽ 1 ഓഡ് ഡേ, 400 വർഷങ്ങളാണെങ്കിൽ 0 ഓഡ് ഡേ എന്നല്ലേ ഞാനിപ്പോൾ നിങ്ങൾക്ക് എഴുതി തന്നത്? അപ്പോൾ നിങ്ങൾ നോക്കണ്ട, 1950 വർഷങ്ങൾ, 1950 വർഷം പൂർത്തിയായിട്ടില്ല, 1949 വർഷം പൂർത്തിയായി. 50ാമത്തെ വർഷത്തെ ജാനുവരി 26ാമത്തെ ദിവസം ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാണ്. ഈ 1950നെ ഞാൻ 1600 പ്ലസ് 1600 വർഷം പ്ലസ് 300 പ്ലസ്, ഇപ്പം എത്രയായി മക്കളെ? 1600ഉം 1300 ആയപ്പോൾ എത്രയായി? 1900 വർഷങ്ങളായി. പ്ലസ് 49 എന്ന് വെച്ചാൽ ഇവിടെ പൂർത്തിയായ വർഷം. 1950 ഫുൾ ഇല്ല, 50ാമത്തെ വർഷം ജാനുവരി 26 ഉള്ളൂ. അപ്പം 49 പൂർത്തിയായ വർഷം. 49 പ്ലസ് ജാനുവരി, പിന്നെ അടുത്ത 50ാമത്തെ വർഷം എത്ര മാസങ്ങളുണ്ടെന്ന് വെച്ചാൽ ആ മാസങ്ങൾ ഇവിടെ നേരത്തെ എഴുതണം. ആകെ ജാനുവരി മാസമേ ഉള്ളൂ, ജാനുവരി 26 ഞാനിവിടെ എഴുതി. കണ്ടോ നിങ്ങൾ?
അപ്പം എങ്ങനെയാണ് ഞാൻ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്താ സ്പ്ലിറ്റ് ചെയ്തത്? 1950, ഇപ്പോൾ ഒരു 1950 ജാനുവരി 26 ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. 1600 പ്ലസ് 300 പ്ലസ് 49 എന്ന് വെച്ചപ്പം 1900 പ്ലസ് 49, 1949 പ്ലസ് ജാനുവരി 26 ആയപ്പം 1950 ജാനുവരി 26 ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചു. എന്തിനാ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത്? സിമ്പിളായിട്ട് പറയാം. ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഇവിടെ എത്ര ഓഡ് ഡേയ്സ് വരും? 0. 1600 വർഷങ്ങൾക്കിടയ്ക്ക് 0 ഓഡ് ഡേ. ഈ 300 വർഷം വരുമ്പോൾ എത്ര? 300 വർഷം വരുമ്പോൾ ഒറ്റ ഓഡ് ഡേ ഉള്ളൂ. കണ്ടോ? അപ്പം നിങ്ങൾ സിമ്പിളായിട്ട് 1900 വർഷങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. 1900 വർഷങ്ങളുടെ ഇടയ്ക്ക് ഒറ്റ ഓഡ് ഡേ മാത്രമേ ഉള്ളൂ. അപ്പോൾ 0 പ്ലസ് 1 പ്ലസ് ഇനി ഈ 49 വർഷങ്ങളെന്ന് പറയുമ്പം ഈ 49 വർഷങ്ങളുടെ ഇടയ്ക്ക് എത്ര ലീപ്പ് ഇയർ വരുന്നുണ്ട്, എത്ര സാധാരണ വർഷങ്ങൾ, ഓർഡിനറി വർഷങ്ങൾ വരുന്നുണ്ടെന്ന് കണ്ടുപിടിക്കണം. അതിനൊന്നുമില്ല. 49നെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 49നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിനുള്ള ഉത്തരം കിട്ടും. എത്രതാ? 1 4 4. ഓക്കെ. 9 24 8. ഓക്കെ. ശിഷ്ടം നമുക്ക് ആവശ്യമില്ല. ഇവിടെ എത്ര? 12 ലീപ്പ് ഇയറുകൾ, 12 ലീപ്പ് ഇയറുകളാണ്. പ്ലസ് ബാക്കി എത്ര വരുന്നേ? 12ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 49 കിട്ടും? 37 അല്ലേ? 37 ഓർഡിനറി ഇയേഴ്സും പ്ലസ് ജാനുവരിയിലെ 26 ദിവസങ്ങളുമാണ് നമുക്കുള്ളത്. കണ്ടോ ഞാൻ എഴുതിയത്? ഇപ്പം നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഉത്തരത്തിലേക്ക് പോകുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. അപ്പം നമുക്കിവിടെ എന്താ? 0 പ്ലസ് 1 പ്ലസ് 12 ലീപ്പ് ഇയറുകൾ. ലീപ്പ് ഇയറുകളാണെന്ന് കണ്ടുപിടിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ലീപ്പ് ഇയറുകളിൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ടെന്നാ പഠിച്ചേ? 365 ദിവസങ്ങളാണെങ്കിൽ ഒറ്റ ഓഡ് ഡേ, 366 ദിവസങ്ങളാണെങ്കിൽ 2 ഓഡ് ഡേ എന്നല്ലേ പഠിച്ചത്? അപ്പൊ 12 ലീപ്പ് ഇയറുകൾ ഉണ്ടായതുകൊണ്ട് 12 × 2 ഓഡ് ഡേയ്സ് ഉണ്ടാവും. 37 ഓർഡിനറി ഇയേഴ്സ് ഉണ്ടായതുകൊണ്ട് 37 × 1, കാരണം അവിടെ ഒറ്റ ഓഡ് ഡേയ്സേ ഉണ്ടാവുള്ളൂ. പ്ലസ് 26. ഇത് ഇത്രയും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിൻ്റെ ഉത്തരത്തിലോട്ട് പോകാം. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 1 പ്ലസ് 12 × 2 24, 24 പ്ലസ് 37 പ്ലസ് 26, 26 34 50 87 88 ഇത് കൂട്ടുമ്പോൾ വരുന്നത്. ഓക്കെ. ഈ 88നെ മക്കളെ നിങ്ങൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഞാൻ ഇങ്ങോട്ട് കാണിച്ചു തരാം. ഈ കിട്ടിയ 88നെ നിങ്ങൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 88നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതാ നോക്ക് എന്താ വരുന്നത്? 1 7 7 18. എത്ര വരും? ഈ 7 14. 4 ശിഷ്ടം വന്നത്. ഈ ശിഷ്ടമാണ് നമ്മുടെ ഓഡ് ഡേയ്സ്. 88നെ നിങ്ങൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ റിമൈൻഡർ എന്താ റിമൈൻഡർ വന്നത്? 4 റിമൈൻഡർ. ഈ റിമൈൻഡർ ആണ് നമ്മുടെ ഉത്തരം. അപ്പൊ സാർ എങ്ങനെയാണ് ഈ 4 ആ ദിവസം ഒന്ന് മനസ്സിലാക്കുന്നത്? സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു കാര്യം കൂടെ പഠിച്ചു വെച്ചേക്കുക. 0 ആണെങ്കിൽ സൺഡേ, കിട്ടുന്ന റിമൈൻഡർ 0 ആണെങ്കിൽ സൺഡേ, 1 ആണെങ്കിൽ മൺഡേ, 2 ആണെങ്കിൽ ട്യൂസ്ഡേ, 3 ആണെങ്കിൽ വെനസ്ഡേ, 4 റിമൈൻഡർ വരുന്നതെങ്കിൽ തേഴ്സ്ഡേ, 5 റിമൈൻഡർ വരുന്നതെങ്കിൽ ഫ്രൈഡേ, 6 റിമൈൻഡർ വരുന്നതെങ്കിൽ സാറ്റർഡേ. ഒരു സംഖ്യയെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0 മുതൽ 6 വരെയുള്ള ഏതെങ്കിലും ആയിരിക്കുമല്ലോ റിമൈൻഡർ വരുന്നത്. ഇപ്പൊ ഇവിടെ എന്താ റിമൈൻഡർ വന്നത്? 4 റിമൈൻഡർ. അപ്പൊ നമ്മുടെ ദിവസം ഏതാ മക്കളെ? തേഴ്സ്ഡേ ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ജാനുവരി 26 ഏതാണ്? തേഴ്സ്ഡേ ആണ് നമുക്ക് എന്ത് വന്നിരിക്കുന്നത്? ഉത്തരം. അപ്പൊ 1950 ജാനുവരി 26 ഏതാ ദിവസം എന്ന് ചോദിച്ചാൽ ഉത്തരം തേഴ്സ്ഡേ ആണ്. അപ്പൊ ഞാൻ ആ കണ്ടുപിടിച്ച മെത്തേഡ് ഒന്നുകൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതുപോലുള്ള 2-3 ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞുതരാം. ഇത് ആദ്യമേ തന്നെ ഞാൻ നല്ലൊരു ക്വസ്റ്റ്യൻ എടുത്തു വെച്ചങ്ങ് കാണിച്ചു തന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. എങ്ങനെയാണ്? 1950 ജാനുവരി 26 ഏതാണ് ദിവസം എന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഏത് വർഷവും തന്ന് ഡേറ്റും തന്നിട്ട് ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. എന്താണ്? ആ 1950 എന്ന് പറഞ്ഞ വർഷത്തെ എടുക്കുക, സ്പ്ലിറ്റ് ചെയ്യുക. എന്താണ്? 1600 പ്ലസ് 300 പ്ലസ് 1900 കഴിഞ്ഞു. 1950 വർഷം ജാനുവരി 26 ആയതുകൊണ്ട് പൂർത്തീകരിച്ച വർഷം 49 ഉള്ളായിരുന്നു. അടുത്ത വർഷം എത്ര വരെ ഉണ്ട്? ജാനുവരി 26 വരെ. ഇനി ഇതിനകത്ത് 0 ഓഡ് ഡേയാ വരുന്നത്, ഇതിനകത്ത് ഒറ്റ ഓഡ് ഡേയാ വരുന്നത്,
ഈ 49 വർഷങ്ങളുടെ ഇടയ്ക്ക് എത്ര ഓഡ് ഡേ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. 49 വർഷങ്ങളുടെ ഇടയ്ക്ക് എത്ര ഓഡ് ഡേ ഉണ്ടെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഇപ്പം 100 ആണെങ്കിൽ നമുക്ക് 5 ആണെന്ന് അറിയാം, 200 ആണെങ്കിൽ 3 ആണെന്ന് അറിയാം. പക്ഷെ 49 വർഷങ്ങൾക്കിടയ്ക്ക് എത്ര ഓഡ് ഡേ ഉണ്ടെന്ന് അറിയണമെങ്കിൽ എത്ര ലീപ്പ് ഇയർ ഉണ്ട്, എത്ര സാധാരണ വർഷങ്ങൾ ഉണ്ടെന്ന് അറിയണം. അതുകൊണ്ട് ഞാൻ 49നെ എന്ത് ചെയ്തു മക്കളെ, 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? 12 ലീപ്പ് ഇയറുകൾ ഉണ്ടെന്ന് മനസ്സിലായി. കോഷ്യന്റ് 12 വന്നേ. പിന്നെ ബാക്കി എത്ര ഉണ്ട്? 37 ഓർഡിനറി വർഷങ്ങൾ. എന്തിനാ 12 37 കണ്ടുപിടിച്ച്? ആ ലീപ്പ് ഇയറുകളിൽ 2 ഓഡ് ഡേയ്സ് വെച്ചുണ്ട്. അപ്പൊ ലീപ്പ് ഇയറിനെ എന്തുകൊണ്ട് ഗുണിക്കണം? 2 കൊണ്ട് ഗുണിക്കണം. സാധാരണ വർഷങ്ങളെ 1 കൊണ്ട് ഗുണിച്ചാൽ മതി. പ്ലസ് ഈ ബാക്കി വന്ന ദിവസങ്ങൾ. ജാനുവരി എത്ര? 26 ദിവസം. അപ്പൊ ഇനി ഇതെല്ലാം കൂടെ ഞാൻ കൂട്ടി. അപ്പൊ എത്ര? 1 പ്ലസ് 12 × 2 24, 37 പ്ലസ് 26. മൊത്തം കൂടെ കൂട്ടിയപ്പോൾ എനിക്ക് എത്ര? 88 ദിവസങ്ങൾ കിട്ടി. ആ 88നെ ഞാൻ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ റിമൈൻഡർ എത്ര? 88നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 കിട്ടി. ആ 4 നമ്മുടെ ഉത്തരം. 4 എങ്ങനെ ഉത്തരവാകുന്നത്? ഇതാണ്ട് ഇത് പഠിച്ചു വെക്കണം. ഇത് പഠിച്ചു വെക്കണം. എന്തായത്? ഇതാണ് ഓർത്ത് വെക്കേണ്ടത്. 0 ആണെങ്കിൽ സൺഡേ, ഫസ്റ്റ് ആണെങ്കിൽ മൺഡേ, സെക്കൻഡ് ആണെങ്കിൽ ട്യൂസ്ഡേ, തേർഡ് ആണെങ്കിൽ വെനസ്ഡേ, ഫോർത്ത് ആണെങ്കിൽ തേഴ്സ്ഡേ. അപ്പോൾ ഇവിടെ എന്താ കിട്ടിയ? റിമൈൻഡർ 4. അപ്പോൾ ഉത്തരം എന്താ? തേഴ്സ്ഡേ. ഇത്രയും മാത്രം പഠിച്ചു വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒന്ന് ഇരുത്തി ചെയ്താൽ ബാക്കി എല്ലാം സിമ്പിളാ. ഇതാ നോക്കിയോ, ഇനി ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ വേഗം വേഗം ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് അങ്ങോട്ട് എഴുതി വെക്കുക. നിങ്ങളിപ്പോൾ മനസ്സിലായില്ലെങ്കിൽ പോലും ഇതങ്ങോട്ട് എഴുതി വെക്കുക. ഇവിടെ നിന്ന് നമ്മളെ ഒരു യാത്ര അങ്ങോട്ട് ഓരോരോ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യനുകളിലേക്ക് പോവുകയാണ്. ഇങ്ങോട്ട് സഞ്ചരിച്ചു. മറ്റേ ക്വസ്റ്റ്യൻ എല്ലാം വിട്ടേര്. ഞാൻ ആദ്യം പറഞ്ഞു തന്ന ക്വസ്റ്റ്യൻ ഉൾപ്പെടെ എല്ലാം വിട്ടോടെ. ഇവിടെ പോവാം. ഇഫ് ടുഡേ ഈസ് തേഴ്സ്ഡേ, വാട്ട് വിൽ ബി ദ ഡേ ആഫ്റ്റർ 560 ദിവസങ്ങൾക്ക് ശേഷം ഏതാണ് ദിവസം? അപ്പൊ ടുഡേ തേഴ്സ്ഡേ ആണ്. അങ്ങനെയാണെങ്കിൽ 560 ദിവസം കഴിയുമ്പോൾ ഏതാണ് ദിവസം വരുന്നത്? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. എന്താ വെച്ചാൽ ഈ 560 ദിവസത്തെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 7 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. കാരണം എന്ത് ചെയ്താൽ മതി? ഓഡ് ഡേ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. കാരണം ഇപ്പൊ ഇന്ന് ട്യൂസ്ഡേ ആണ്, അല്ലെ? ഇന്ന് തേഴ്സ്ഡേ ആണ്. ഇന്ന് തേഴ്സ്ഡേ ആണ്. 560 ദിവസങ്ങൾക്ക് ശേഷം ഏതാ ദിവസം? അപ്പം വീക്ക് വെച്ച് കൃത്യമായിട്ട് നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. 560നെ ഞാൻ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. 8 എത്ര മക്കളെ? 56. അപ്പം 80 × 560 ശിഷ്ടം എന്തുവാ? 0 വന്നേ. അപ്പൊ ഇന്ന് തേഴ്സ്ഡേ ആണ്. ഇന്ന് തേഴ്സ്ഡേ ആണ്, അല്ലെ? ഇന്ന് തേഴ്സ്ഡേ ആണെങ്കിൽ തേഴ്സ്ഡേയോടൊപ്പം ഈ കിട്ടിയ റിമൈൻഡർ കൂടെ നിങ്ങൾ കൂട്ടണം. എന്താ കിട്ടിയേ? 0. അപ്പൊ തേഴ്സ്ഡേ പ്ലസ് 0. അപ്പം 560 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഇപ്പൊ ഇവിടെ എന്താ വന്നേക്കുന്നത്? തേഴ്സ്ഡേയോടൊപ്പം കൂട്ടാൻ തേഴ്സ്ഡേ കഴിഞ്ഞിട്ട് നമ്പർ അല്ല വന്നേ, 0 ആണ്. അപ്പൊ എന്ത് തന്നെ വരുന്നത്? തേഴ്സ്ഡേ തന്നെയാണ് വരുന്നത്. ഓക്കെ, റിമൈൻഡർ 0 വന്നുകൊണ്ട് എന്താണ്? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. എന്ത് തന്നെയാണ്? 560 ദിവസം കഴിയുമ്പോൾ എന്താ വരുന്നത്? തേഴ്സ്ഡേ തന്നെയാണ് വരുന്നത്. അപ്പൊ അതിനെ എന്ത് പരിപാടിയിലൂടെ കണ്ടുപിടിച്ച് 560നെ എടുത്ത് 7 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എന്തുകൊണ്ടാണ് 7 കൊണ്ട് ഡിവൈഡ് ചെയ്തത്? ഓഡ് ഡേ കണ്ടുപിടിക്കാൻ വേണ്ടി. 7 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ശിഷ്ടം എത്ര കിട്ടി? 0 ആണ് കിട്ടിയത്. അപ്പൊ തേഴ്സ്ഡേയോടൊപ്പം ഈ 0 കൂടെ കൂട്ടി. അപ്പൊ എന്താ വന്നേ? തേഴ്സ്ഡേ തന്നെ വന്നു. അപ്പോൾ 560 ദിവസങ്ങൾ കഴിയുമ്പോൾ എന്ത് തന്നെയാണ്? തേഴ്സ്ഡേ തന്നെ വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. സിമ്പിൾ ആയിട്ട് ഈ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഈ ഒരു 2-3 ക്വസ്റ്റ്യൻ പറയുമ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും. 10th ഓഗസ്റ്റ് 2021 മുതൽ അന്ന് തേഴ്സ്ഡേ ആണ്. then what day of the week was 18th സെപ്റ്റംബർ 2021? മക്കളെ നിങ്ങൾ ഇങ്ങോട്ട് നോക്ക്. 10th ഓഗസ്റ്റ് 2021 മുതൽ 21 ട്യൂസ്ഡേ ആണെങ്കിൽ 18th സെപ്റ്റംബർ 2021 ഏത് ഡേ ആണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഓഡ് ഡേ വെച്ച് കണ്ടുപിടിക്കാം. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10th ഓഗസ്റ്റ് കഴിഞ്ഞിട്ട് ബാക്കി ആ മാസം എത്ര ഉണ്ട്? ഓഗസ്റ്റ് 31 ദിവസങ്ങളുള്ള മാസമാണ്. അപ്പോൾ ബാക്കി റിമൈൻഡർ എത്ര ഉണ്ട്? 21 ദിവസങ്ങളല്ലേ ഉണ്ടാവുള്ളൂ. പ്ലസ് 18th സെപ്റ്റംബർ എത്ര ദിവസം? 18 ദിവസം. അപ്പോൾ 21ഉം 18ഉം നമുക്ക് എത്ര കിട്ടി? 39. ഈ 39നെ എടുത്ത് നിങ്ങൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ഓഡ് ഡേയ്സ് കിട്ടും. അപ്പോൾ പറ എത്ര കിട്ടും? 7 5 35. ബാക്കി എത്ര വന്നു മക്കളെ? 4 ആണ് ഇവിടെ വന്നത്. കണ്ടോ? 4 ആണ് ഇവിടെ വന്നത്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ട്യൂസ്ഡേ പ്ലസ് 4. ട്യൂസ്ഡേയുടെ കൂടെ ഇവിടെ വന്നിരിക്കുന്നത് ട്യൂസ്ഡേ. ഈ ട്യൂസ്ഡേ ആണ്. 10th ഓഗസ്റ്റ് 2021 എന്താ? ട്യൂസ്ഡേ ആണ് വന്നത്. ആ ട്യൂസ്ഡേയോടൊപ്പം ഈ 4 കൂടെ നമ്മൾ കൂട്ടിയ ഈ ഓഡ് ഡേയ്സ് കൂടെ കൂട്ടി. അപ്പൊ ട്യൂസ്ഡേ കഴിഞ്ഞിട്ട് എന്താ വരുന്നത്? വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. അപ്പൊ ഏത് ദിവസമായിരിക്കും വരുന്നത്? സാറ്റർഡേ ആയിരിക്കും. അപ്പം 10th ഓഗസ്റ്റ് 2021 ട്യൂസ്ഡേ ആണെങ്കിൽ 18th സെപ്റ്റംബർ 2021 ആരായിരിക്കും വരുന്നത്? സാറ്റർഡേ ആയിരിക്കും വരുന്നത്. അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്?
10 ഓഗസ്റ്റ് മുതൽ ആ മാസം എത്ര ബാക്കി റിമൈനിങ് ഡേയ്സ് ഉണ്ടെന്ന് നോക്കി, 21. 18 സെപ്റ്റംബർ വരെ എത്ര ദിവസം ഉണ്ടെന്ന് നോക്കി, 18. 21 18 കൂടെ കൂട്ടി 39. ആ 39നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 39നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 4 നമുക്ക് റിമൈൻഡർ കിട്ടി. അപ്പം എന്താണ് ആ 4ഉം കൂടെ വീക്ക് പ്ലസ്, ഇപ്പൊ ട്യൂസ്ഡേ വന്നിട്ട് വീക്ക് കംപ്ലീറ്റ് ആവുക, വീക്ക് പ്ലസ് ആ 4ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 18 സെപ്റ്റംബർ ഏത് ദിവസമാണെന്ന് കിട്ടും. സിമ്പിൾ ആയിട്ട് എന്ത് കിട്ടി? സാറ്റർഡേ എന്ന് കിട്ടി. പറഞ്ഞ മനസ്സിലായോ? ഇനി അതേപോലെ തന്നെ ഇതൊന്ന് നോക്കി. ടുഡേ ഈസ് വെനസ്ഡേ. ഇന്നിപ്പോൾ വെനസ്ഡേ ആണ്. വാട്ട് ഡേ ഓഫ് ദ വീക്ക് വിൽ ആഫ്റ്റർ 75 ഡേയ്സ്? സിമ്പിൾ ആയിട്ട് ചെയ്തില്ലേ മക്കളെ? 75നെ എന്ത് ചെയ്യുക? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തില്ലേ? 7 7 5 അല്ല, നമുക്ക് 70 അല്ലേ, 10 കൊണ്ട് വരുമ്പോൾ 70, ശിഷ്ടം എന്ത് വന്നു? 5 വന്നു. അപ്പോൾ എന്താണ്? 5 എന്ത് വന്നത്? റിമൈൻഡർ വന്നത്. അപ്പോൾ ഇന്നെന്താ? വെനസ്ഡേ ആണ്. 75 ദിവസങ്ങൾക്ക് ശേഷം ഏതാ ദിവസം എന്ന് അറിയണ്ടേ? അപ്പോൾ വെനസ്ഡേ പ്ലസ് ഈ കിട്ടിയ 5ഉം കൂടെ കൂട്ടുക. വെനസ്ഡേയുടെ കൂടെ ഈ 5ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? വെനസ്ഡേയുടെ കൂടെ നിങ്ങൾ 5 കൂട്ടുകയാണ്. അപ്പോൾ എന്ത് കിട്ടും? തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, എന്താ? മൺഡേ. അപ്പോൾ ഉത്തരം ഏതാ? മൺഡേ. അപ്പോൾ എന്തുവാ ഇപ്പം ഞാൻ ഈ ചെയ്ത 3 ക്വസ്റ്റ്യനും നിങ്ങളൊന്ന് പറഞ്ഞ മക്കളെ, എന്താണ് ഈ 3 ക്വസ്റ്റ്യനും ഞാൻ ചെയ്തത്? അപ്പോൾ ടുഡേ ഏത് ദിവസം ആയിക്കോട്ടെ, അത് നിങ്ങളിപ്പോൾ ആലോചിക്കേണ്ട കാര്യമില്ല. ടുഡേ എന്താണ്? ഒരു ദിവസം തന്നിരിക്കുന്നു. വാട്ട് വിൽ ബി ദ ഡേ ആഫ്റ്റർ 560 ഡേയ്സ് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ എന്താ ചെയ്തത്? ആ 560 എടുത്ത് 7 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്ത് കിട്ടിയ റിമൈൻഡറിനെ 6 കൂടെ കൂട്ടി ടുഡേ ഏതാണോ തന്നിരിക്കുന്നത് അതുമായിട്ട് കൂട്ടി. പണി മനസ്സിലായല്ലോ? അപ്പോൾ 560യെ ഞാൻ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം എനിക്ക് കിട്ടിയ റിമൈൻഡർ എന്താ? റിമൈൻഡർ 0. ആ 0യെ കൊണ്ടുവന്ന് ടുഡേ ഏത് ഡേ വന്നേക്കുന്നത്? തേഴ്സ്ഡേയുടെ കൂടെ കൂട്ടിയപ്പം ഉത്തരം എന്ത് കിട്ടി? തേഴ്സ്ഡേ തന്നെ. 0 കൂട്ടുമ്പോൾ അത് തന്നെയല്ലേ വരുള്ളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. 10 ഓഗസ്റ്റ് 2021 ട്യൂസ്ഡേ ആണെന്ന് പറയുന്നു. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, അത് നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. ദെൻ വാട്ട് ഡേ ഓഫ് ദ വീക്ക് വാസ് 18 സെപ്റ്റംബർ 2021. അപ്പം നമ്മൾ 10 ഓഗസ്റ്റ് 2021 കൂടെ എത്ര ദിവസം കൂടെ ചേർന്ന് ആ മാസം കംപ്ലീറ്റഡ് ആവും? 21 പ്ലസ് 18 സെപ്റ്റംബർ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 18 കൂടെ കൂട്ടി. 21 18 39 ദിവസങ്ങളാണ് ടോട്ടൽ വരുന്നത് 10 ഓഗസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ. എന്നിട്ട് അത് 2 കൂടെ കൂട്ടിയപ്പോൾ 39, അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം ശിഷ്ടം എത്ര കിട്ടി? 4. അപ്പോൾ ടുഡേ, അതായത് 10 ഓഗസ്റ്റ് ഏതാ തന്നേക്കുന്നത്? ട്യൂസ്ഡേ. അതിൻ്റെ ഒപ്പം ഈ 4ഉം കൂടെ കൂട്ടി. സിമ്പിളായിട്ട് നമുക്ക് ട്യൂസ്ഡേയുടെ കൂടെ 4 കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? സാറ്റർഡേ കിട്ടി. പറഞ്ഞ മനസ്സിലായോ? ഓക്കെ. ഇനി അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ. ടുഡേ ഈസ് വെനസ്ഡേ. ടുഡേ അവിടെ നിൽക്കട്ടെ. നമ്മളെന്താ? വാട്ട് ഡേ ഓഫ് ദ വീക്ക് വിൽ ഇറ്റ് ബി ആഫ്റ്റർ 75 ഡേയ്സ്? അപ്പോൾ എന്താണ് ചെയ്തത്? 75നെ നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത്. അപ്പോൾ നമുക്ക് റിമൈൻഡർ എത്ര കിട്ടി? 5 കിട്ടി. ആ ടുഡേ തന്നിരിക്കുന്ന ഏതാണ്? ഓക്കെ, വെനസ്ഡേ. ആ ഒരു ഡേ ആണ്. അതിൻ്റെ കൂടി 5 കൂടെ കൂട്ടി. അപ്പോൾ നമുക്ക് എത്ര ഉത്തരം വരുന്നത്? അപ്പം നമുക്ക് കിട്ടുന്നത് മൺഡേ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ സിമ്പിളായിട്ട് ഈ രീതിയിൽ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. ഒരു കൺഫ്യൂഷനും അല്ലല്ലോ. ഇപ്പോൾ ടുഡേന്നോ അല്ലെങ്കിൽ ഒരു ഡേറ്റോ തന്നിട്ട് ഇന്ന ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ബാക്കിയുള്ള ദിവസങ്ങൾ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ബാക്കിയുള്ള ദിവസങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ ആ ദിവസം എടുത്തിട്ട് അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള റിമൈൻഡർ എടുക്കുക. ആ റിമൈൻഡറിനെ ടുഡേ അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഡേയുമായിട്ട് കൂട്ടുക. അപ്പോൾ ഉത്തരം കിട്ടും. സംഭവം കത്തിയല്ലോ. ഇനി കൺഫ്യൂഷൻ ആയെന്ന് പറയരുത്. ഇത് വേറൊരു ക്വസ്റ്റ്യനാണ്, നല്ലൊരു ക്വസ്റ്റ്യൻ. എന്താണ്? 1 ജാനുവരി 2011 വാസ് സാറ്റർഡേ. ദെൻ വാട്ട് ഡേ ഓഫ് ദ വീക്ക് വാസ് 31 ഡിസംബർ 2011? ഇത് ഞാൻ തുടക്കത്തിൽ പഠിപ്പിച്ചൊരു കാര്യമാണ്. 1 ജാനുവരി 2011 സാറ്റർഡേ ആണെന്ന് പറയുന്നു. അപ്പൊ 31 ഡിസംബർ 2011 എന്താ? ഞാൻ പറഞ്ഞു എന്താണ്? ഓർഡിനറി ഇയേഴ്സിൽ 1ും 31 എന്തായിരിക്കും? സെയിം ഡേയ്സ് ആയിരിക്കും എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഓർക്കുന്നുണ്ടോ? അപ്പോൾ 1 ജാനുവരി, ഇപ്പൊ ഈ തന്നിരിക്കുന്ന ഇയർ എന്താ? 2011. 2011 എന്ന് പറഞ്ഞാൽ ലീപ്പ് ഇയർ ആണോ? അല്ല, ഓർഡിനറി ഇയർ. കാരണം അവസാനത്തെ 2 ഡിജിറ്റ് നോക്കിയാൽ മതി. അവസാനത്തെ 2 ഡിജിറ്റ് 4ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. അപ്പോൾ 1 ജാനുവരി 2011 ലീപ്പ് ഇയർ അല്ലാത്തത് കൊണ്ട് തന്നെ 31 ഡിസംബർ 2011 എന്ന് പറയുന്നത് 1 ജാനുവരിയിലെ ഏത് ദിവസമാണോ ആ ദിവസം തന്നെ ആയിരിക്കും. ഇത് സാറ്റർഡേ ആണെങ്കിൽ ഇതും തന്നെ ആയിരിക്കും സാറ്റർഡേ ആയിരിക്കും. അപ്പോൾ ഒരു കാൽക്കുലേഷനും ഇല്ലാതെ ഉത്തരത്തിലേക്ക് പോയത് കണ്ടോ? സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഡേ വിൽ ഇറ്റ് ബി ഓൺ 29th മാർച്ച് 2020? വാ മക്കളെ, ഇതുകൂടെ വരുമ്പോഴത്തേക്ക് ആദ്യം ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ഡൗട്ട് ഉള്ളവർക്ക് തീരും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 29 മാർച്ച് 2020, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, 2020 മാർച്ച് 29 നമുക്ക് ഏത് ദിവസമാണെന്ന് കണ്ടുപിടിക്കേണ്ടത്.
അപ്പം ഞാൻ പറഞ്ഞു ഇതിനെ എന്ത് ചെയ്യണം, ഈ 2020 എന്ന് പറഞ്ഞ ഐറ്റത്തെ സ്പ്ലിറ്റ് ചെയ്യണം. എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്? ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എന്താ, 400, 800, 1200, 1600, 2000 ഇങ്ങനെ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്ത് പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും. മറ്റേതെന്താ 1950 ആയതുകൊണ്ടാണ് നമ്മൾ 1600+ എടുത്തത്. ഇവിടെ 2020 അല്ലേ, അപ്പം നമുക്ക് എന്ത് എഴുതാൻ മതി പിള്ളേരെ? 2000 പ്ലസ് 2000 വർഷങ്ങൾ കഴിയും. ഇനി എന്താ 20 വർഷം, 20ാമത്തെ വർഷം മാർച്ച് 29. അപ്പൊ അതോടെ പൂർത്തീകരിച്ച വർഷം എത്ര? 19 പ്ലസ് 20ാമത്തെ വർഷം ജാനുവരി ഉണ്ട്, ഫെബ്രുവരി ഉണ്ട്, എന്തുണ്ട്? മാർച്ച് 29. കത്തിയോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞ കത്തിയോ? ഈ 2020 മാർച്ച് 29 ഞാൻ വൃത്തിയായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്. 2000 പ്ലസ് പൂർത്തീകരിച്ച വർഷം 19, മാർച്ച് 2020ാമത്തെ വർഷം ജാനുവരി ഉണ്ട്, ഫെബ്രുവരി ഉണ്ട്, മാർച്ച് 29 വരെ ഉണ്ട്. കത്തിയോ നിങ്ങൾക്ക്? എൻ്റെ ആ സ്പ്ലിറ്റപ്പ് കൃത്യമായിട്ട് കത്തിയോ? കത്തി. ഇനി ഇതിനകത്ത് ഓരോ ഓഡ് ഡേയ്സും എഴുതണം. 2000 വർഷം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് 0 ഓഡ് ഡേ ആണെന്ന് പറഞ്ഞു. ഇനി 19നെ എന്ത് ചെയ്യണം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 19നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 16. ഓക്കെ ഓക്കെ, അപ്പോൾ എത്ര? 4 15. 4 ലീപ്പ് ഇയറും, ഇത് ലീപ്പ് ഇയറുകളാണ്, ഇത് ഓർഡിനറി ഇയേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ 19നെ ഞാൻ 4 + 15 എന്ന് മാറ്റി. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്ന എല്ലാവർക്കും മനസ്സിലായി. ജാനുവരി മാസം എത്ര ഓഡ് ഡേയ്സ് ഉണ്ട് മക്കളെ? 3 ഓഡ് ഡേയ്സ്, തർക്കമൊന്നുമില്ല. ഫെബ്രുവരി 2020 എന്ന് പറഞ്ഞ വർഷം എന്ത് വർഷമാണ്? ലീപ്പ് ഇയർ അല്ലേ? ലീപ്പ് ആയതുകൊണ്ട് എത്ര വരും? ഒരു ഓഡ് ഡേ വരും. മാർച്ചിലെ 29 ദിവസങ്ങൾ അതുപോലെ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ നോക്ക്, 0 പ്ലസ് 4 × 2 4 × 2 പ്ലസ് 15 × 1. കാരണം ലീപ്പ് ഇയറിൻ്റെ അവിടെ എന്തോ ചെയ്യണമെന്ന് പറഞ്ഞു? രണ്ട് ഓഡ് ഡേയ്സ് ആണ് വരുന്നത്. 3 × 1 4, 4 × 29 33. ശരിയാണോ? 33. അപ്പോൾ 8 പ്ലസ് 15 പ്ലസ് 33. അപ്പോൾ നമുക്ക് വരുന്നത് 33, 10 43, 43, 5 48, 48 8 56. 56 നമുക്ക് വന്നിരിക്കുന്നത്. 56നെ നിങ്ങൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 56നെ 7 വരുമ്പം 7 56. ശിഷ്ടം എന്തോ ഒന്ന് മക്കളെ? 0 അല്ലേ വന്നേ? 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ പഠിപ്പിച്ചായിരുന്നു നിങ്ങളെ. 0 ആണെങ്കിൽ സൺഡേ, 1 ആണെങ്കിൽ മൺഡേ, 2 ആണെങ്കിൽ ട്യൂസ്ഡേ, 3 ആണെങ്കിൽ വെനസ്ഡേ, 4 ആണെങ്കിൽ തേഴ്സ്ഡേ. ഇത് അപ്ലൈ ചെയ്യേണ്ടത് എപ്പോഴാണ്? 5 ആണെങ്കിൽ ഫ്രൈഡേ, 6 ആണെങ്കിൽ സാറ്റർഡേ. അപ്പോൾ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ചോദിക്കുന്ന കേസിൽ, ഇങ്ങനെ പ്ലെയിൻ ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഡേ വിൽ, ഇപ്പം 29 മാർച്ച് 2020 ഏതാ ദിവസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. ഇതേപോലെ ഓഡ് ഡേ കണ്ടുപിടിക്കുക, റിമൈൻഡർ ആയതാണെന്ന് നോക്കുക, ആ റിമൈൻഡറിനനുസരിച്ച് ഡേ എടുത്തങ്ങ് പിക്ക് ചെയ്ത് പോയാൽ മാത്രം മതി. മറ്റേടത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഡേ ആണ്, ടുഡേ ഇന്നതാണ്, അതിൻ്റെ ഒപ്പം ഇത്ര ദിവസങ്ങൾക്ക് ശേഷം ഇന്നതാണെന്ന് പറയുവാണെങ്കിൽ മാത്രം അതിൻ്റെ ഒപ്പം കൂട്ടിയാൽ മതി. ഇവിടുത്തെ കേസിൽ എന്താ? 29 മാർച്ച് 2020 എന്താണ്? 29 മാർച്ച് 2020 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. എന്താ ഞാൻ ചെയ്തത്? ചെയ്ത കാര്യം ഞാൻ ഒന്നുകൂടെ പറയാം. എന്താ? 29 മാർച്ച് 2020 എന്ന് പറഞ്ഞപ്പം 2020നെ ഞാൻ 2000 പ്ലസ് 20, 2020 എന്ന് പറയുന്നതിൽ 19 വർഷങ്ങളാണ് കംപ്ലീറ്റ് ചെയ്ത വർഷം. അതേ പ്ലസ് മാർച്ചിനെ ഞാൻ ജാനുവരി പ്ലസ് ഫെബ്രുവരി പ്ലസ് മാർച്ച് 29 എന്ന് എഴുതി. എന്നിട്ട് എന്താ? 2000 വർഷങ്ങൾ എഴുതാനുള്ള കാര്യം എന്താ? അവിടെ 0 ഓഡ് ഡേ ആണ് വരുന്നത്. 19നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എത്ര ലീപ്പ് ഇയർ ഉണ്ടെന്ന് മനസ്സിലായി. 4 ലീപ്പ് ഇയറും 15 ഓർഡിനറി ഇയറും. അതങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നതിനാ ലീപ്പ് ഇയറുകളെ 2 കൊണ്ട് ഗുണിക്കണം. കാരണം ലീപ്പ് ഇയറുകളിൽ 2 ഓഡ് ഡേയ്സ് ആണ് വരുന്നത്. സാധാരണ വർഷങ്ങളിൽ ഒറ്റ ഓഡ് ഡേ ആണ് വരുന്നത്. ഇനി ബാക്കിയുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ജാനുവരി 3 ഓഡ് ഡേ, ഫെബ്രുവരി ലീപ്പ് ഇയർ ആയതുകൊണ്ട് എന്താണ് വരുന്നത്? 1 ഓഡ് ഡേ, മാർച്ച് 29 29 ദിവസങ്ങൾ. ഇതെല്ലാം കൂടെ കൂട്ടിയപ്പോൾ എനിക്ക് 56 കിട്ടി. 56നെ ഞാൻ 7 കൊണ്ട് വിടുക, 0 ഓഡ്. 0 ആണെങ്കിൽ ദിവസം ഏതാണ്? സൺഡേ ആണെന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് പിക്ക് ചെയ്ത് പോകാൻ പറ്റും. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഞാൻ 1950 ജനുവരി 26 പറഞ്ഞു. ഇപ്പം 2020 മാർച്ച് 29 കണ്ടുപിടിച്ചു. ഇത് രണ്ടും ഒന്ന് പ്രാക്ടീസ് ചെയ്യാമെങ്കിൽ ഏത് വർഷവും നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഒരെണ്ണം കൂടെ ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് നോക്ക്. 12th ഏപ്രിൽ, ഇവിടെ ഇപ്പം നോക്കണേ. 12th ഏപ്രിൽ 2010 മൺഡേ ആണ്.
ദെൻ വാട്ട് വിൽ ബി ദ ഡേ ഓഫ് ദ വീക്ക് 8-ാം തീയതി മാർച്ച് 2022. മക്കളെ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. 12-ാം തീയതി ഏപ്രിൽ 2010 മൺഡേ ആണെന്ന് തന്നിരിക്കുന്നു. എന്നിട്ട് കുറെ വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു 12 വർഷങ്ങൾക്ക് ശേഷമുള്ള 8-ാം തീയതി മാർച്ച് എന്നാണ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഇതിലോട്ടൊന്നും പോകണ്ട. ഈ ഡേറ്റ് മാത്രം കണ്ടുപിടിക്കുന്ന അറിയാവുന്ന ഒരുത്തന് സിമ്പിളായിട്ട് ആ ദിവസം കണ്ടുപിടിച്ചുകൂടെടാ. അതായത് 2022 മാർച്ച് 8 ഏതാ ദിവസം എന്ന് കണ്ടുപിടിച്ചാൽ പോരെ. വേറെ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല. 2022 മാർച്ച് 8 ഏതാ ദിവസം എന്ന് കണ്ടുപിടിക്കാൻ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തന്നു. എന്താ സ്പ്ലിറ്റ് പറ? 2000 പ്ലസ് സ്പ്ലിറ്റ് അറിയാവുന്നവൻ ഇപ്പൊ എൻ്റെ കൂടെ പറയും. 2000 പ്ലസ് 22 വർഷങ്ങളിൽ ഏതാ കംപ്ലീറ്റ്? 21 കംപ്ലീറ്റ്. പിന്നെത്ര? 22ാമത്തെ മാസം ജാനുവരി ഉണ്ട്, ഫെബ്രുവരി ഉണ്ട്, മാർച്ച് എത്ര ഉണ്ട് മക്കളെ? മാർച്ച് 8 ഉണ്ട്. ഇനി ഉത്തരം പറ. 0 പ്ലസ് 21നെ നിങ്ങൾ എന്ത് ചെയ്യും? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 4 20. എത്ര പിന്നെ ഈ വർഷങ്ങളുണ്ട്? ലീപ്പ് ഇയർ ഉണ്ട്. 5 ലീപ്പ് ഇയറുകളുണ്ട്. ബാക്കി 16 സാധാരണ വർഷങ്ങളുണ്ട്. ജാനുവരി എത്ര? 3. ഫെബ്രുവരിയിൽ എത്ര? 0. കാരണം 2022 ലീപ്പ് ഇയർ അല്ല. പ്ലസ് 8 ദിവസങ്ങൾ. അപ്പൊ നിങ്ങൾ പറ 5 × 2 പ്ലസ് 16 × 1. ഈ സ്പ്ലിറ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. പ്ലസ് 3 + 8 11. അപ്പൊ എത്ര? 10 + 16 + 11 എത്ര കിട്ടും? 10ഉം 11ഉം കൂടെ കൂട്ടുമ്പോൾ 21. 37 അല്ലടാ? 37 അല്ലേ? 10ഉം 26, 26 37. 37നെ നിങ്ങൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 7 5 35. എത്ര വരും? 2 ആണ് ശിഷ്ടം വന്നിരിക്കുന്നത്. 2 വന്നാൽ ഏതാണ് ദിവസം? സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു. 0 ആണെങ്കിൽ സൺഡേ, 1 ആണെങ്കിൽ മൺഡേ, 2 ആണെങ്കിൽ ട്യൂസ്ഡേ. അപ്പോൾ ഇവിടെ ഏതാ ദിവസം? ഓപ്ഷൻ സി ട്യൂസ്ഡേ. വല്ല പാടുമുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു ഇത് ആദ്യം ചെയ്യുമ്പം ഇച്ചിരി ഒരു കൺഫ്യൂഷനായിട്ട് തോന്നുമെങ്കിൽ പോലും ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. സിമ്പിളായിട്ട് നിങ്ങൾ ചെയ്യും. ഈ സ്പ്ലിറ്റ് സിമ്പിളായിട്ട് നിങ്ങൾ ചെയ്ത് ദിവസം ഓഡ് ഡേ അങ്ങോട്ട് കണ്ടുപിടിച്ച് ദിവസം ഏതാണെന്ന് പിക്ക് ചെയ്യും. പറഞ്ഞ മനസ്സിലായോ? വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഇത് ആദ്യം ഇത് ചെയ്തു വരുമ്പോൾ ഒരു പാട് പോലെയൊക്കെ തോന്നും. പക്ഷെ അതൊന്ന് മനസ്സിലാക്കിയാൽ, ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ വളരെ വേഗം നിമിഷ നേരങ്ങൾക്കുള്ളിൽ കണ്ടുപിടിക്കും. ഇനിയുള്ള ക്വസ്റ്റ്യൻ എന്താ? ഹൗ മെനി ഓഡ് ഡേയ്സ് ആർ ദെയർ ഇൻ 94 years? ഹൗ മെനി ഓഡ് ഡേയ്സ് ആർ ദെയർ ഇൻ 94 വർഷങ്ങളുടെ ഇടയ്ക്ക് എത്ര ഓഡ് ഡേയ്സ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. ഒന്നുമില്ല, ഇത് വളരെ സിമ്പിളാണ്. 94നെ എടുത്ത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ എത്ര ഓർഡിനറി ഇയറും എത്ര ലീപ്പ് ഇയറും ഉണ്ടെങ്കിൽ അറിയാമെങ്കിൽ മാത്രമേ ഇത് കണ്ടുപിടിക്കാൻ പറ്റൂ. 94നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 24 8 1 4 14 4 3 4 12 12 2 അപ്പോൾ 23. 94 മൈനസ് 23 എത്ര കിട്ടും? 71. അപ്പം നമുക്ക് കിട്ടുന്നത് 94നെ നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? 94നെ നമുക്ക് പറയാൻ പറ്റുന്നത് 23 + 71 എന്ന് പറയാം. കാരണം ഇതെന്താ? ലീപ്പാ. ഇതെന്താ? ഓർഡിനറി ഇയേഴ്സാണ്. ലീപ്പിന്റെ പ്രത്യേകത 23 × 2 അത്രയും ഓഡ് ഡേയ്സ് ഉണ്ടായിരിക്കും. 71ന്റെ അവിടെ 71 × 1 ആണ് വരുന്നത്. അപ്പോൾ 23 × 2 എത്ര കിട്ടും നമുക്ക്? 6 46. 46 + 71 നിങ്ങൾ കൂട്ട്. എത്ര? 71ഉം 46 കൂടെ കൂട്ടുമ്പോൾ എത്രയാണ് വരുന്നത്? 7 117 അല്ലേ? 117 ആണ് വരുന്നത്. ഓക്കെ, 117. 117നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം മക്കളെ? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. 117നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് കിട്ടുന്ന എത്ര? 1 വരുന്നത് 47, 6 7 42, 5 ഓഡ് ഡേയ്സ് ആയിരിക്കും വരുന്നത്. അപ്പോൾ എന്താ കിട്ടി? 94 വർഷങ്ങളുടെ ഇടയ്ക്ക് എത്ര ഓഡ് ഡേയ്സ് ഉണ്ടെന്ന് ചോദിച്ചു. സിമ്പിളായിട്ട് കണ്ടുപിടിച്ചു. 94നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എന്തിനറിയാൻ വേണ്ടി? എത്ര 94 വർഷങ്ങളുടെ ഇടയ്ക്ക് എത്ര ലീപ്പ് ഇയറുകൾ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി. 94നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 23 ആണ് കോഷ്യന്റ് വന്നത്. അപ്പോൾ 23 ലീപ്പ് ഇയറുകളും ബാക്കി 94ൽ നിന്ന് 23 കുറച്ചപ്പം 94ൽ നിന്ന് 23 കുറച്ചപ്പം 71. 71 സാധാരണ വർഷങ്ങൾ. 23ഉം 71 കൂടെ കൂട്ടി നമുക്ക് 94 തന്നെ വരും. കണ്ടോ? ഇനി ആ 23 ലീപ്പ് ഇയറുകളെ എന്തുകൊണ്ട് ഗുണിക്കണം? 2 കൊണ്ട് ഗുണിക്കണം. ഓർഡിനറി വർഷങ്ങളെ 1 കൊണ്ട് ഗുണിക്കണം. കാരണം ലീപ്പ് ഇയറുകളിൽ 2 ഓഡ് ഡേയ്സും സാധാരണ വർഷങ്ങളിൽ ഒറ്റ ഓഡ് ഡേയും വരത്തുള്ളൂ. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടിയപ്പം 117 എന്ന് കിട്ടി. ആ 117നെ ഞാൻ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ വന്ന റിമൈൻഡർ എത്ര? 5. അപ്പോൾ എത്രയാണ്? 5 ഓഡ് ഡേയ്സ് ആയിരിക്കും വരുന്നതെന്ന് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റി. പറഞ്ഞ മനസ്സിലായോ? ഓക്കെ.
ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഇതിനകത്ത് ഞാൻ അതിന്റെ എല്ലാ ടൈപ്പും ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാണ്. അതിനകത്ത് പിന്നെ എല്ലാ ടൈപ്പും നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. വാട്ട് ഡേറ്റ് വാസ് ദ ഫ്രൈഡേ ഇൻ മാർച്ച് 2025? മാർച്ച് 2025 ഫ്രൈഡേ വരുന്ന ദിവസങ്ങൾ ഏതൊക്കെയാണെന്നാണ്. ഇപ്പോൾ ഒരു മാസത്തിൽ ചില ഡേറ്റുകളിലാണല്ലോ ഫ്രൈഡേ വരുന്നത്. ഇപ്പൊ മാർച്ച് 2025 ഫ്രൈഡേ വരുന്നത് ഏത് ദിവസമാണ്? ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 2005 മാർച്ച് 1 കണ്ടുപിടിക്കുക. ഏതാ ദിവസമൊന്നും 2000 ഏത് വർഷം ആയിക്കോട്ടെ, ഏത് വർഷത്തിൽ ഏത് മാസത്തിൽ ഏത് ദിവസം വരുന്നു എന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ വർഷം എടുക്കുക, നിങ്ങൾക്ക് തന്നിരിക്കുന്ന മാസം എടുക്കുക, അതിലെ ഫസ്റ്റ് ഡേ അങ്ങ് കണ്ടുപിടിക്കുക. ഇവിടെ എന്താ 2005 മാർച്ച് ഫസ്റ്റ് ഏതാ ദിവസം എന്ന് അറിയാമെങ്കിൽ ഫ്രൈഡേ അവിടെ എന്നാ വരുന്നതെന്ന് കണ്ടുപിടിക്കാൻ പാടുവല്ലോ ഉണ്ടോ. ഇനി 2005 മാർച്ച് 1 എങ്ങനെ കണ്ടുപിടിക്കും മക്കളെ? ദാ നേരത്തെ സെയിം പരിപാടി. 2000 പ്ലസ് പൂർത്തിയായ വർഷം 4 പ്ലസ് 5ാമത്തെ വർഷം ജാനുവരി, ഫെബ്രുവരി, മാർച്ച് 1 ഒറ്റ ദിവസം. അപ്പൊ 2000 അവിടെ 0, 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു 4 ഒറ്റ. അപ്പം ഒരു ലീപ്പ് ഇയർ പ്ലസ് 3 സാധാരണ വർഷങ്ങൾ. ജാനുവരിയുടെ അവിടെ 3, 2005 ലീപ്പ് ഇയർ അല്ല, 0 ഒരു വർഷം. ഇനി 0 പ്ലസ് ലീപ്പ് ഇയറിൻ്റെ അവിടെ എന്തുകൊണ്ട് ഗുണിക്കണം? ലീപ്പ് ആണെങ്കിൽ അതിനെ 2 കൊണ്ട് ഗുണിക്കണം. സാധാരണ വർഷമാണെങ്കിൽ 1 കൊണ്ട് ഗുണിച്ചാൽ മതി. പ്ലസ് 3 പ്ലസ് 0 പ്ലസ് 1. അപ്പോൾ പറ മക്കളെ, 2 പ്ലസ് 3 പ്ലസ് 3 പ്ലസ് 1 എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 3 3 6, 6ഉം 2ഉം 8, 8 1 9 കിട്ടിയത്. 9നെ നിങ്ങൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7 7. എത്ര ശിഷ്ടം വന്ന്? 2 ശിഷ്ടം വന്നത്. അപ്പം എന്താണ്? ഫസ്റ്റ് 2005 മാർച്ച് 1 എന്ന് പറയുന്നത് 2 വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. 0 ആണെങ്കിൽ ആരാ? സൺഡേ. 1 ആണെങ്കിൽ ആരാ? മൺഡേ. 2 ആണെങ്കിൽ ആരാ? ട്യൂസ്ഡേ. അപ്പോൾ 2005 മാർച്ച് ഫസ്റ്റ് ആരാ? ട്യൂസ്ഡേ ആണ്. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ 2005 മാർച്ച് 1 ട്യൂസ്ഡേ ആണെങ്കിൽ മാർച്ച് 2 എന്തായിരിക്കും? വെനസ്ഡേ ആയിരിക്കും. മാർച്ച് 3 എന്തായിരിക്കും? തേഴ്സ്ഡേ ആയിരിക്കും. മാർച്ച് 4 എന്തായിരിക്കും? ഫ്രൈഡേ ആയിരിക്കും. അപ്പം 4 തുടങ്ങുന്ന ഏതാ? ഓപ്ഷൻ എ. 4 ഫ്രൈഡേ വരും. പിന്നെ 7 ദിവസം കൂടെ കൂട്ടുമ്പോൾ 11 ഫ്രൈഡേ വരും. 7 ദിവസം കൂട്ടുമ്പോൾ 18 ഫ്രൈഡേ വരും. പിന്നെ 7 ദിവസം കൂടെ കൂട്ടുമ്പോൾ 25 ഫ്രൈഡേ വരും. അപ്പോൾ ഫ്രൈഡേ എന്താണ്? 2005 മാർച്ച് മാസത്തിൽ ഏതൊക്കെ ദിവസങ്ങളിലാണ് ഫ്രൈഡേ വരുന്നതെന്ന് വെച്ചാൽ 4, 11, 18, 25. അതെങ്ങനെയാണ് ഞാൻ കണ്ടുപിടിച്ചത്? 2005 മാർച്ച് 1 കണ്ടുപിടിച്ചു. ഏതാ ദിവസം? ട്യൂസ്ഡേ. അത് വെച്ചിട്ട് സിമ്പിളായിട്ട് മാർച്ച് 4 ഫ്രൈഡേ വരുന്നതെന്ന് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റി. അപ്പോൾ സമാധാനത്തോടു കൂടി എന്ത് ചെയ്യണം? ആദ്യം ഈ നോട്ട് വൃത്തിയായിട്ട് എഴുതിയിട്ട് കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ 1-2 വട്ടം ഒന്ന് ചെയ്ത് നോക്കണം. ഞാൻ ഈ പറഞ്ഞ വീഡിയോ റിപ്പീറ്റഡ് ആയിട്ട് പോയി അങ്ങനെ ചെയ്യാമെങ്കിൽ ഈ ചെയ്യുന്നതാണ് ഈ പരിപാടി വളരെ വേഗം ചെയ്യാൻ പറ്റും. ചില ആളുകൾ വിചാരിക്കുന്നത് എങ്ങനെ സാറേ കൺഫ്യൂഷൻ ഒന്നുമില്ല, 1-2 വട്ടം ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അങ്ങനെ ചെയ്തിട്ട് ഈ 2 ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം? കമൻറ്റ് ചെയ്യണം. അല്ലാതെ ഒന്നും എഫേർട്ട് എടുക്കാൻ വയ്യ, എനിക്ക് ഒട്ടും ചെയ്യാൻ വയ്യ എന്ന രീതിയിൽ ഇരിക്കരുത്. അപ്പോൾ എന്ത് ചെയ്യണം? മസ്റ്റായിട്ടും ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് നിങ്ങൾ ആൻസേഴ്സ് കമൻറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എഫേർട്ട് എടുത്ത് പെട്ടെന്ന് വന്ന് ഞാനിതൊന്ന് പറഞ്ഞു തന്നത്. അപ്പോൾ സ്പീഡ് കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ക്ഷമിക്കുക. എന്ത് ചെയ്യുക? സാവകാശം നിങ്ങൾ കേട്ട് കാര്യം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.